படிப்பும் கோலு கீழே இதுவும் வேணாம். நல்லா படி. എന്താ റിങ് കേട്ടപ്പോ കട്ടാക്കി, ഇപ്പൊ സ്വിച്ച് ഓഫ്. അപ്പൊ അവൾക്ക് ആവശ്യമുള്ളവരെ വിളിക്കാൻ വേണ്ടി അവൾ ഫോൺ ഓൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫോണിന് മാത്രം മറുപടി തരില്ല. ഏയ്, അവളങ്ങനെ ചെയ്യോ? ചെയ്യാതെ പിന്നെ. നീ വിളിച്ചപ്പോ ഫോൺ കട്ട് ചെയ്ത ശേഷം സ്വിച്ച് ഓഫ് ആക്കിയെങ്കിൽ അത് മനഃപൂർവ്വമായിരിക്കുമെന്ന് ഉറപ്പല്ലേ? ഹലോ, എന്തായി മഹേശ്വരി? പോയ കാര്യങ്ങൾ നിങ്ങൾ മാത്രം അറിഞ്ഞാ പോരല്ലോ. ഇവിടെ ഒരാൾ കാത്തിരിക്കുന്നു എന്ന് മറന്നുപോയോ? അവളെ കണ്ടിട്ടില്ല. അപ്പൊ അതാണ് കാര്യം. രാവിലെ വണ്ടിയും കൊണ്ട് പോയിട്ട് രാത്രി വരെ തുഴഞ്ഞു നടന്നത് മിച്ചം. ഞാൻ പറഞ്ഞില്ലേ, അവൾ അത്ര ചില്ലറക്കാരിയല്ല, പഠിച്ച കളിയാ. എവിടെ പോയി വിളിക്കാൻ? നാളെ അവളുടെ എക്സാം തുടങ്ങാണ്. പരീക്ഷ ഹാളിൽ ചെന്ന് പൊക്കും ഞങ്ങള്. മഹേശ്വരി അവൾക്ക് അറിയില്ല. ഒക്കെ കണ്ടറിയണം. നിന്നേക്കാൾ മുമ്പ് പോയ നിന്റെ മോൻ ഇവിടെ തിരിച്ചു വന്ന് കയറിയിട്ടുണ്ട്. എന്തോ അത്യാവശ്യ കാര്യമായിട്ട് US പോകാനുള്ള ടിക്കറ്റ് ബുക്കിങ്ങോ ഒക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നടക്കട്ടെ. ഇപ്പൊ അവന്റെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോയി വരട്ടെ. നമുക്കും അവനിവിടെ ഇല്ലാത്തതാ നല്ലത്. ചേച്ചി കിടന്നു. ഞാൻ നാളെ അവളെയും കണ്ടിട്ടേ തിരിച്ചു വരൂ. ദേ, അവളുടെ കാര്യം നീ നിസ്സാരമായിട്ട് കാണരുത്. ഫോൺ ഓഫാക്കി വെച്ച് അവള് മാത്രം അങ്ങനെ ബുദ്ധിമതിയായിരുന്ന പോരല്ലോ. ശരി, വേണ്ടതുപോലെ ചെയ്യാം. ഇനി എന്താ അടുത്ത പരിപാടി? ആദ്യം വിസ്മയെ നേരിട്ട് കാണണം. അതിന് എക്സാമിന് മുമ്പ് കോളേജിൽ ചെന്ന് കാവല് കിടന്നേ പറ്റൂ. നമ്മളെ കബളിപ്പിച്ചിട്ട് അവള് ഡോക്ടർ ആവണ്ട. അതാണ് ഒന്നാമത്തെ തീരുമാനം. രണ്ടാമത്തേത് വിനയന്റെയാ. നമ്മളാ വൈദ്യരെ നേരിട്ട് കണ്ട് നമ്മുടെ ആവശ്യം പറഞ്ഞ് ഡീല് സംസാരിച്ചതല്ലേ. അതിനാദ്യം അയാള് വിനയനെ എങ്ങനെ ചികിത്സിക്കുമെന്നറിയട്ടെ. അത് കഴിഞ്ഞിട്ടാവാം അവന്റെ കാര്യം നീ തീരുമാനിക്കുന്നത്. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.